ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പം നോക്കുന്നത് നിങ്ങൾക്കുള്ള യൂണിവേഴ്സ് ഗൈഡൻസ് ആണ്. അതായത് ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ അവസ്ഥ എന്താണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉത്തരം കിട്ടാതിരിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു ആൻസർ എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നോട്ടുള്ള കുറച്ച് ഗൈഡൻസ് ആയിട്ട്. ഓക്കെ, അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങളുടെ സിറ്റുവേഷൻസ് ഓർ നിങ്ങളുടെ എനർജി എന്താണ്, നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, യൂണിവേഴ്സ് എന്താണ് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം തന്നെ വന്നിട്ടുള്ളത് ഇവിടെ 2 ഓഫ് കപ്സ് ആണ്. സോ നിങ്ങളുടെ എനർജി ബേസ് ചെയ്ത് നോക്കുമ്പോൾ മെയിനായിട്ടും ഇവിടെ ഒരു സ്നേഹബന്ധങ്ങളുടെ കാര്യമാണ് കാണിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഇപ്പോൾ വളരെയധികം ഒരു പോസിറ്റീവിലേക്ക് കിടന്നിട്ടുണ്ടാകാം, മീൻസ് ഒരു സെൽഫ് ലവിലേക്കൊക്കെ കിടന്നിട്ടുണ്ടാകാം. നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകാം. നിങ്ങൾക്ക് ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ നിങ്ങൾ അട്രാക്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പം ലൈഫിൽ നിങ്ങൾ പാസ്റ്റിലുള്ള ഒരാളല്ല, ഇപ്പം നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ച് സംഭവിച്ചിട്ട് നിങ്ങൾ പുതിയൊരു വ്യക്തിയായി മാറിയിട്ടുണ്ട് എന്നുള്ളൊരു എനർജിയിലാണ് കാണുന്നത്. ക്യൂൺ ഓഫ് കപ്സ് ആണ്. സ്വന്തം കാര്യങ്ങളിൽ പ്രിയോറിറ്റി കൊടുക്കാൻ തുടങ്ങിയിരിക്കുന്നു നിങ്ങൾ എന്നുള്ളതാണ്. ഓക്കെ, അതായത് നിങ്ങൾക്കിപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നത് നിങ്ങളുടെ കാര്യങ്ങളാണ്. ആൻഡ് പല കാര്യങ്ങളും ബൗണ്ടറി വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തീരുമാനിച്ചു. പല കാര്യങ്ങൾക്കും നിങ്ങൾ ഒരു കൺട്രോൾ ചെയ്ത് വെച്ചേക്കുകയാണ്. ഓക്കെ, മേ ബി നിങ്ങളുടെ അനുഭവങ്ങൾ ബേസ് ചെയ്തിട്ടായിരിക്കാം നിങ്ങൾ അങ്ങനെ ഒരു നിങ്ങളിലേക്ക് തന്നെ ഒതുങ്ങിപ്പോയിട്ടുണ്ടാവുക എന്നുള്ളൊരു രീതിയിലാണ് കാണിക്കുന്നത്. അതായത് ഇവിടെ സ്നേഹത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന, മീൻസ് നിങ്ങളുടെ പേഴ്സണ് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വേറെ എന്തെങ്കിലും അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവുമായിരിക്കാം. അപ്പം അങ്ങനെ എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടൊരു വെയിറ്റിംഗ്, അങ്ങോട്ട് കൊടുക്കേണ്ടത് മാക്സിമം കൊടുത്തിട്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു വെയിറ്റിംഗ്, അതിനുള്ളൊരു മാനിഫെസ്റ്റ് ഒക്കെ നിങ്ങൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. മേ ബി നിങ്ങൾ അറിയാതെ മാനിഫെസ്റ്റ് ആവുന്നുണ്ടാവും. അതായത് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുമ്പോൾ, അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുമ്പോൾ അതൊരു മാനിഫെസ്റ്റ് ആണ്, ലോ ഓഫ് അട്രാക്ഷൻ ആണ്. സോ ആ ഒരു കാര്യം നിങ്ങൾക്ക് ഇവിടെ കറക്റ്റായിട്ട് നടക്കുന്നുണ്ട്. അത് പോകുന്നത് കറക്റ്റ് ഒരു പോസിറ്റീവിലാണ്, അത് റൈറ്റ് ആയിട്ടാണ് പോകുന്നത് എന്നുള്ളതാണ്. ആൻഡ് അതേപോലെ ക്യൂൺ ഓഫ് കപ്സ് പറയുന്നത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രിയോറിറ്റി കൊടുത്തു തുടങ്ങിയത് കൊണ്ടാണ് ഈ ഒരു പോസിറ്റീവ് ചേഞ്ച് നിങ്ങളിൽ സംഭവിച്ചത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പം കിങ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഒരു ഇത്രയും നാളും നിങ്ങളൊരു ഫീമെയിൽ എനർജി അല്ലെങ്കിൽ ഒരു ഫെമിനിൻ എനർജിയിലാണ് ഉണ്ടായിരുന്നത്. അതായത് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ലായിരുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ വികാരങ്ങൾ കൺട്രോൾ, ഒരു കാര്യത്തിലും നിങ്ങൾക്ക് കൺട്രോൾ ഇല്ലാത്തൊരു ലൈഫായിരുന്നു നിങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം നിങ്ങൾക്ക് അതിനെല്ലാം ഒരു കൺട്രോൾ നിങ്ങൾ വെക്കുന്നുണ്ട്. അതായത് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടാത്ത ഒന്നിനെയും നിങ്ങൾ പരമാവധി കയറ്റുന്നില്ല. പക്ഷെ എങ്കിൽ പോലും നിങ്ങൾക്ക് സംടൈംസ് നിങ്ങൾ ഭയങ്കര ഡൗൺ എനർജിയിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, പക്ഷെ എന്നാലും നിങ്ങളുടെ ആ ഒരു പോസിറ്റീവ് എനർജീനെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിനനുസരിച്ച് നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരുന്നു എന്നുള്ളതാണ്. അബൻഡൻസ് കിട്ടുക നിങ്ങൾക്ക് എന്നുള്ളതാണ്. ആൻഡ് കിങ് ഓഫ് കപ്സുകൾ വന്നതുകൊണ്ട് തന്നെ സെയിം എഗെയിൻ കൺഫർമേഷൻ ആയിട്ട് നിങ്ങളുടെ ആ ഒരു സെൽഫ് ലവ്, അല്ലെങ്കിൽ നിങ്ങൾ ബൗണ്ടറി സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടതിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് നിങ്ങളുടെ കാണുന്നത്. ഓക്കെ, നിങ്ങൾ ഇത്രയും നാളും പാസ്റ്റിൽ ഒരു ഫെമിനിൻ എനർജി എന്ന് പറയാൻ കാരണം, നിങ്ങളിപ്പം മെയിൽ ആയിക്കോട്ടെ ഫീമെയിൽ ആയിക്കോട്ടെ ഈ വീഡിയോ കാണുന്നത് ഒരു ഫെമിനിൻ എനർജിയിലായിരുന്നു, അല്ലെങ്കിൽ ഒരു ഫീമെയിൽ എനർജിയിലായിരുന്നു എന്ന് പറയാൻ കാരണം, കൂടുതൽ കൺട്രോൾ ഇല്ലാത്ത, അല്ലെങ്കിൽ പെട്ടെന്ന് വിഷമം വരുന്ന, അല്ലെങ്കിൽ ഉള്ള ഫീലിങ്സും ഇമോഷൻസും ഒന്നും കൂടുതൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആളുകൾ എന്ന് പറയുന്നത് കൂടുതലായിട്ടും ഫീമെയിലാണ്. സോ നിങ്ങൾ ഫീമെയിൽ എനർജിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം നിങ്ങൾക്ക് മസ്കുലൻ എനർജിയും ഫീമെയിൽ എനർജിയും ഈക്വൽ ആകുകയാണ്. അതാണ് ക്യൂനും അതേപോലെ തന്നെ കിങ്ങും ഇവിടെ വന്നിട്ടുള്ളത്. ക്യൂന്റെയും കിങ്ങിന്റെയും എനർജിയിലേക്ക് നിങ്ങൾ പോവുകയാണ്, പവർഫുൾ ആകുകയാണ് എന്നുള്ളതാണ്. സെയിം എനർജി വരിക. ഓക്കെ, ഒരു സെയിം എനർജി ഉണ്ടെങ്കിൽ പലത് കൺട്രോൾ ചെയ്യാനും അതുപോലെ പലതും ചിന്തിക്കാനുള്ള കാര്യങ്ങൾ, രണ്ട് എനർജിയും കൂടെ
പ്ലസ് ആയിട്ട് വരുമ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട്. സോ നിങ്ങൾക്ക് ആ ഒരു പോസിറ്റീവ് ചേഞ്ച് ഉണ്ട് എന്നുള്ളതാണ്. 10 ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്. അത് നമുക്ക് റിവേഴ്സ്ഡ് ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇത് അപ്രേറ്റ് അല്ല വന്നിട്ടുള്ളത്. സോ നിങ്ങളുടെ കഷ്ടപ്പാടുകളെല്ലാം മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. മേ ബി നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇഷ്യൂസോ അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും ജോലി ഭാരം, ജോബ് എടുക്കുന്ന സ്ഥലത്തുള്ള കുറച്ച് കാര്യങ്ങൾ, സ്ട്രഗിളിങ്, ഭയങ്കരമായിട്ടും എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ എക്സ്ട്രാ ആയിട്ടുള്ള ഒരു സ്ട്രഗിളിങ് സിറ്റുവേഷൻ ഇപ്പം നിങ്ങൾ കടന്നിട്ടുണ്ട്. ആ ഒരു അവസ്ഥ നിങ്ങൾക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇത് അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ആ സിറ്റുവേഷനിലൂടെ കടന്നു പോവാണ് എന്നുള്ളത് പറയുമായിരുന്നു. പക്ഷെ ഇത് റിവേഴ്സ്ഡ് ആണ് വന്നിട്ടുള്ളത്. സോ അതിനർത്ഥം അതിനൊരു ചേഞ്ച് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, മേ ബി നിങ്ങൾ തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാകാം. ഈ മാറ്റത്തിന്റെ ഒക്കെ കാരണം നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങിയതിന്റെ ഒരു റീസൺ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, കഷ്ടപ്പാടുകൾ മാറി തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. ചാരിയറ്റ് വന്നിട്ടുണ്ട്. കൂടുതൽ ആളുകളും നിങ്ങൾ കരിയർ ആണ് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ്. ആൻഡ് ഇവിടെ വരുന്നൊരു ഗൈഡൻസ് മീൻസ് ഇത് റിവേഴ്സ്ഡ് വന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു ഗൈഡൻസ് വരുന്നുണ്ട്. യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുകൾ കിട്ടിയേക്കാം. ജോലി ബേസ് ചെയ്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് പോലെയുള്ള ആളുകൾ, സ്നേഹബന്ധങ്ങൾ കൊണ്ട് ചില ആളുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിരിക്കാം, പ്രപ്പോസൽസ് വരുന്നതായിരിക്കാം. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് മാത്രം സെലക്ട് ചെയ്യുക. അതായത് എടുത്ത് ചാടരുത്, ഒരിക്കലും എടുത്ത് ചാടരുത് എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു ജോബ്, അതിന് ഒരുപാട് ഫിനാൻഷ്യലി നിങ്ങൾക്ക് സ്റ്റേബിൾ ആകാൻ പറ്റും എന്നുണ്ടെങ്കിൽ, ഇഷ്ടമില്ലാത്തൊരു ജോബാണെങ്കിൽ അതിലേക്ക് ഇറങ്ങിത്തിരിക്കാതിരിക്കുക. കാരണം നിങ്ങൾക്കത് പിന്നെയും നിങ്ങളുടെ ലൈഫിൽ സ്ട്രെസ് തന്നേക്കാം. അപ്പം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെ സൂക്ഷിച്ചും കണ്ട് മാത്രം നിങ്ങൾ തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. ആൻഡ് ഇവിടെ 6 ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്. പുറത്തോട്ടൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അതായത് നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും ദൂരദേശത്ത്, വിദേശത്ത് പോയി ജോലി എടുക്കാൻ ട്രൈ ചെയ്യുന്നവർ അല്ലെങ്കിൽ അത് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലൊരു പോസിറ്റീവ് ചേഞ്ച് വരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ എന്തെങ്കിലും ആപ്ലിക്കേഷൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനൊരു പോസിറ്റീവ് റിസൾട്ട് ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളത് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ്. നിങ്ങൾക്ക് അതിൽ ഉറപ്പായിട്ടും ആ ഒരു ഹോപ്പ് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ ഹാങ്ഡ് മാനും റിവേഴ്സ്ഡ് ആണുള്ളത്. ഓക്കെ, ഇത് എല്ലാ കാർഡ്സും തന്നെ കാണിക്കുന്നത് യൂണിവേഴ്സ് ഇപ്പം നിങ്ങളുടെ കൂടെയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ട്. നിങ്ങളുടെ ഗാർഡിയൻ ആരാണോ, നിങ്ങളുടെ ഏഞ്ചൽസ് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സോ മേ ബി നിങ്ങൾ യൂണിവേഴ്സുമായിട്ട് കൂടുതൽ കണക്ട് ചെയ്യുന്നുണ്ടാകാം, സെൽഫ് ലവ് ചെയ്യുന്നുണ്ടാകാം, പ്രെയർ ചെയ്യുന്ന ഒരാളായിരിക്കാം, ട്രസ്റ്റ് ചെയ്യുന്നുണ്ടാകാം, ഒരുപാട് ട്രസ്റ്റ് ചെയ്യുന്നുണ്ടാകാം, അതിനനുസരിച്ച് മൂവ് ചെയ്യുന്ന ആളുകളായിരിക്കാം. ഇതെല്ലാം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് പോസിറ്റീവ് തന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ചേഞ്ചിനെല്ലാം കാരണം നിങ്ങളുടെ ഈ ഒരു മാറ്റമാണ് എന്നുള്ളതാണ്. അപ്പം കൂടുതലും ആളുകൾക്ക് ഈ വീഡിയോ റെസനേറ്റ് ആവുക, യൂണിവേഴ്സ് ഗൈഡൻസ് റെസനേറ്റ് ആവുക ആർക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ അല്ലെങ്കിൽ പല കാര്യങ്ങളും ബൗണ്ടറി സെറ്റ് ചെയ്ത് നിങ്ങളിലേക്ക് തന്നെ ഒതുങ്ങി നിങ്ങളിൽ ഒരു പോസിറ്റീവ് ചേഞ്ച് വന്ന ആളുകൾ ഉണ്ടാകും. അവർക്കായിരിക്കും കൂടുതൽ ഇത് റെസനേറ്റ് ആവുക. അല്ലാത്ത ആളുകൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് ചേഞ്ച് വേണം എന്നുണ്ടെങ്കിൽ, യൂണിവേഴ്സിന്റെ സപ്പോർട്ട് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു എഫേർട്ട് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതായത് വിട്ടുകൊടുക്കാൻ തയ്യാറായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളെ സേഫ് ആക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിയോറിറ്റി കൊടുക്കാൻ നിങ്ങൾ തയ്യാറായിരിക്കണം എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്കും ഇതേ ചേഞ്ചുകൾ നിങ്ങൾക്കും ഫീൽ ചെയ്യാൻ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. സോ നിങ്ങൾക്കുള്ള റീഡിംഗ് അല്ലെങ്കിൽ യൂണിവേഴ്സ് മെസ്സേജ്, നിങ്ങൾ റൈറ്റ് പാത്തിലാണ് എന്നുള്ളതാണ് കേട്ടോ. നിങ്ങൾക്കുള്ള മെസ്സേജ് എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങളിപ്പം ഫസ്റ്റ് തന്നെ കണ്ടൊരു കാര്യം, മാനിഫെസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അത് നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളത് ഇവിടെ കണ്ടിരുന്നു 2 ഓഫ് കപ്സ് വഴി. അതായത് ഇപ്പം അത് റിലേഷൻഷിപ്പ് ബേസ് ചെയ്തിട്ടാണെങ്കിലും, നിങ്ങൾ കരിയർ എന്താണെങ്കിലും, നിങ്ങൾ എന്താണോ എഫേർട്ട് ഇട്ടിട്ട് അല്ലെങ്കിൽ കാത്തിരുന്നത് അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നത്, അറിയാതെ നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന എന്താണോ അത് നിങ്ങളിലേക്ക് എത്തും എന്നുള്ളത് ഫസ്റ്റ് തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം നിങ്ങൾക്കുള്ള ഒരു മെസ്സേജ് അല്ലെങ്കിൽ യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്. അപ്പോൾ ഈ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.